ലേണിംഗ്. അപ്പൊ കബ് തക് എന്ന കവിതയും ബോൺസായി എന്ന കവിതയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ മക്കൾ എല്ലാവരും നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഈ ഒരു കവിതയുടെ ആശയമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈവ് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നോക്കാം, കബ് തക് വന്ദന ടേटे. ഈ കവിതയുടെ ആശയമാണ്. 4 മാർക്കിനാണ് നമുക്ക് കവിതയുടെ ആശയങ്ങൾ ചോദിക്കുക അല്ലെ. कब तक शीर्षक कविता वंदना टेटे से लिखी गई है. वंदना टेटे എഴുതിയിട്ടുള്ള കവിതയാണ് കബ് തക് എന്ന് പറയുന്നത്. ये कविता आत्मनिर्भरता और आत्मसम्मान का संदेश देती है. ഈ കവിത ആത്മനിർഭരത എന്ന് പറയുന്നതും ആത്മസമ്മാൻ എന്ന് പറയുന്നതും എന്താണ്? സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഈ സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഈ കവിത പറയുന്നത്. വ്യക്തിയോं को अपनी पहचान, सुरक्षा और खुशी दूसरों पर निर्भर नहीं रखने का आह्वान कवियत्री करती है. ഇവിടെ വ്യക്തികളുടെ തൻ്റെ സന്തോഷം, അതുപോലെ സുരക്ഷ, തിരിച്ചറിയൽ, ഐഡന്റിറ്റി അല്ലെ, ഇതൊന്നും മറ്റുള്ള ആളുകളെ ആശ്രയിച്ചാകരുത് എന്നാണ് കവി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. वे उन लोगों पर व्यंग्य करती है कि जो अपनी कहानी और इतिहास दूसरों द्वारा लिखे जाने पर संतुष्ट रहते हैं. കവി ഈ ആളുകളെയൊക്കെ കളിയാക്കുകയാണ്. എത്തരത്തിലുള്ള ആളുകളെ? നമ്മുടെ കഹാനി, നമ്മുടെ സ്റ്റോറി അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം വേറെ ഒരാളെ കൊണ്ട് എഴുതിപ്പിക്കുന്ന, അതായത് ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്ക് തീരുമാനമില്ല, മറ്റുള്ള ആളുകൾ പറഞ്ഞു തരുന്നതനുസരിച്ച് ഞാൻ പോകുന്നു, ഇങ്ങനെയുള്ള ആളുകളെ കളിയാക്കിക്കൊണ്ടുകൂടിയാണ് ഈ ഒരു കവിത പോകുന്നത്. നോക്കാം, കവിത में लोगों को अवतारों के आगमन पर भरोसा करने से मना किया गया है. ഇവിടെ നമ്മൾ ആരെയും പ്രതീക്ഷിക്കരുത്. നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും ആരിലും വെക്കരുത്. कविता में लोगों को अवतारों के आगमन पर भरोसा करने से मना किया गया है. किसी अवतार द्वारा मुक्ति की कामना करना व्यर्थ है. അതായത് ഒരു അവതാരം വന്ന് എന്നെ രക്ഷിക്കും, എനിക്ക് ഒരു അവതാരത്തിന്റെ സഹായം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ വ്യർത്ഥമായിട്ടുള്ള കാര്യമാണെന്നുമാണ് ഈ കവിതയിൽ നമുക്ക് കവി പറഞ്ഞു തരുന്നത്. कवियत्री समय के बदलते स्वरूप का उल्लेख करती है. वे लोगों को आत्मनिर्भर बनने और अपनी समस्याओं का समाधान स्वयं ढूंढने के लिए प्रेरित करती है. കവി ഇവിടെ ആളുകളെ ആത്മനിർഭരാവാൻ വേണ്ടിയിട്ടും, അതായത് സ്വയം നമ്മളെ കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയും, അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെയും സമാധാനം നമുക്ക് തന്നെ കണ്ടുപിടിച്ച് അത് പരിഹരിക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നുമാണ് ഇവിടെ കവി പറയുന്നത്. കവിത കാ മുഖ്യ സന്ദേശ് ഹേ കി, ഈ കവിതയുടെ പ്രധാന സന്ദേശം ഇതാണ്: ആത്മസമ്മാൻ ജീവൻ മേ സബ്സെ മഹത്വപൂർണ്ണ ചീസ് ഹേ. ആത്മസമ്മാൻ, അതായത് സെൽഫ് റെസ്പെക്ട്, ആത്മാഭിമാനം എന്നുള്ളത് നമ്മുടെ ലൈഫിലെ ഏറ്റവും മഹത്വപൂർണമായ കാര്യമാണെന്നാണ് വന്ദന ടേटे നമുക്ക് കബ് തക് എന്ന കവിതയിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? കബ് തക് എന്ന കവിതയുടെ ആശയമാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബോൺസായി എന്ന കവിതയാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് 4 മാർക്കിന് ഉറപ്പായും ചോദ്യം വരുന്ന, കവിതയുടെ ആശയം എഴുതാൻ വരുന്ന ചോദ്യമാണ് ബോൺസായി കവിതയുടെ വിശ്ലേഷണാത്മക ടിപ്പണി. ഓക്കെ, ബോൺസായി എന്ന കവിത സുധാ ഉപാധ്യായ എഴുതിയ കവിതയാണ്. ആ കവിതയുടെ ടിപ്പണി നമുക്ക് പഠിക്കാം. സുധാ ഉപാധ്യായ ഹിന്ദി की आज की लेखिकाओं में महत्वपूर्ण स्थान रखती है. സുധാ ഉപാധ്യായ ഇന്നത്തെ ഹിന്ദി ലേഖികമാരിൽ വളരെ ഉന്നത പദമുള്ള ഒരു ലേഖികയാണ്. ആപ്കി ഏക് സമകാലീൻ കവിത ഹേ ബോൺസായി. അവരുടെ ഒരു സമകാലീൻ കവിതയാണ് ബോൺസായി എന്നുള്ളത്. പ്രസ്തുത കവിത മേ പേട് കഹത്താ ഹേ. ഈ കവിതയിൽ മരത്തെ കുറിച്ചാണ് പറയുന്നത്. തുമ്നെ ആംഗൻ സേ ഗോദ് കർ മുझे एक गमले में लगा दिया और घर के ड्राइंग रूम में सजा लिया है. നിങ്ങൾ എന്നെ, മരം പറയുകയാണ്, നിങ്ങൾ എന്നെ പരിസ്ഥിതിയിൽ നിന്നും, അതായത് പുറത്ത് പ്രകൃതിയിൽ നിന്നും എന്നെ അവിടുന്ന് പിഴുതുകൊണ്ടെടുത്ത്, തുമ്നെ ആംഗൻ സേ ഗോദ് കർ, നിങ്ങൾ എന്നെ മുറ്റത്ത് നിന്നും പിഴുതെടുത്ത്, മുझे एक गमले में सजा दिया, അല്ലേ, ഒരു പൂച്ചട്ടിയിൽ എന്നെ അലങ്കരിച്ചു വെച്ചു. और घर के ड्राइंग रूम में सजा लिया, എവിടെയാ വെച്ചത്? വീടിന്റെ ഉള്ളിലുള്ള ഡ്രോയിങ് റൂമിൽ. घर में आने जाने वाले लोग यानी घर के अतिथि लोग बड़ी आश्चर्य से मुझे देखता है. വന്നു പോകുന്ന ആളുകൾ എല്ലാവരും വളരെ ആശ്ചര്യത്തോടു കൂടി എന്നെ നോക്കുകയാണ്.
ऐसे धीरे धीरे में ബോൺസായി में पूरी तरह बदल गई है. അങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ എന്തായി മാറുകയാണ്? ബോൺസായി ചെടിയായിട്ട് മാറുകയാണ്. അവിടെ ബോൺസായി ആയി മാറുക എന്ന് പറയുമ്പോൾ ഒരു അടിമയായി മാറുകയാണ്, ഒരു ഗുലാം ആയി മാറുകയാണ്. ഓക്കെ, നോക്കാം. अर्थात അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. विशाल प्रकृति में बड़ी स्वतंत्रता से अपनी इच्छा के अनुसार जड़ें फैलाकर बड़ी खुशी के साथ पेड़ रहता था. മരം എങ്ങനെയായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്? തന്റെ വേരുകളെല്ലാം വിരിച്ച് പ്രകൃതിയിൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി നിന്നിരുന്നു, അല്ലേ? तब उसकी स्वतंत्रता पर दबाव डालकर आंगन रूबी स्वतंत्र प्रकृति से खोद कर एक छोटी सी गमले माने गुलामी में लगा लिया और घर के ड्राइंग रूम में सजा लिया. അങ്ങനെ അവിടുന്ന് പിഴുതെടുത്ത് വീടിൻ്റെ ഉള്ളിലുള്ള ഡ്രോയിങ് റൂമിൽ ഒരു അലങ്കാര വസ്തുവായിട്ട് വെക്കുകയാണ്. विशाल प्रकृति में जड़ें और शाखाएं फैलाकर बड़ी स्वतंत्रता से खड़े होने वाले पेड़ को घर के अंदर एक छोटी सी गमले में देखकर लोग बड़ी आश्चर्य से देखा है. അപ്പോൾ വീടിന് പുറത്തുള്ള ആ ഒരു വലിയ മരത്തിനെ, വലുതാകുന്ന ആ മരത്തിനെ അതിൻ്റെ കമ്പുകളും അതുപോലെ തന്നെ അതിൻ്റെ ആ വളർച്ചയെ ഇല്ലാതെയാക്കി കമ്പികൾ കൊണ്ടൊക്കെ കെട്ടി വലിഞ്ഞു മുറുകി അതിൻ്റെ വളർച്ചയെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് കുഞ്ഞു ചെടിയായി, ആ ഒരു വലിയ വൃക്ഷം കുഞ്ഞു ചെടിയായി നിന്നപ്പോൾ ആളുകളൊക്കെ വളരെ ആശ്ചര്യത്തോടു കൂടി എന്ത് ഭംഗിയാണ് എന്ന രീതിയിൽ നോക്കാൻ തുടങ്ങി. ധീരെ ധീരെ പേട് ഉസ് ഗുലാമിക്കു സ്വീകാർ കിയ. മെല്ലെ മെല്ലെ ആ ഒരു അടിമത്വത്തെ ആ മരം എന്ത് ചെയ്തു? അംഗീകരിച്ചു. പൂരി തര ഗുലാം ബൻ ഗയ. അങ്ങനെ മുഴുവനായും അതൊരു അടിമയായിട്ട് മാറി. सुधा उपाध्याय हिंदी की आज की लेखिकाओं में महत्वपूर्ण स्थान रखती है. आपकी एक समकालीन कविता है ബോൺസായി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? मौसम बदल गई. മാസങ്ങൾ മാറി, കാലാവസ്ഥ മാറി. ബോൺസായി മേ ഫൽ ഓർ ഫൂൽ ആനെ ലഗെ. പഴങ്ങളും പൂക്കളും ഒക്കെ വന്നു തുടങ്ങി. യേ ഫൽ ഓർ ഫൂൽ ദേക്കർ ഘർ വാലെ ഡർ ഗയെ. ഈ പഴങ്ങളും പൂക്കളും കണ്ട് വീട്ടുകാർ പേടിക്കാൻ തുടങ്ങി. ഇസ്ലിയെ മുझे उखाड़ कर घुरे पर फेंक दिया. अब तुम यहाँ आकर देखो मेरी जड़ें यहाँ इस घुरे पर अच्छी तरह फल गई है. അപ്പോൾ എന്നെ അവിടുന്ന് വലിച്ചെറിയുകയാണ്. ഈ പൂക്കളും പഴങ്ങളും ഒക്കെ ആയപ്പോൾ എന്നെ അവിടുന്ന് പേടിച്ച് വലിച്ചെറിയുകയാണ്. ഇപ്പൊ നോക്കൂ, എന്നെ വന്ന് നോക്കൂ, ഞാനിതാ ഇവിടെ എൻ്റെ വേരുകളെല്ലാം പടർത്തി ഞാൻ ഇവിടെ സന്തോഷത്തോടു കൂടി സ്വാതന്ത്ര്യത്തോടു കൂടി ഞാൻ ഇവിടെ പടർന്നു പിടിക്കുകയാണെന്ന് ഇവിടെ ആര് പറയുന്നുണ്ട്? പേട് പറയുന്നുണ്ട് അല്ലേ? अर्थात प्रकृति से खोद कर घर के अंदर रखने पर पेड़ रूप में छोटा हो गया है. मौसम बदलने पर प्रकृति में खड़े पेड़ पर फल और फूल आते हैं. उसी प्रकार बॉन्साई में भी फल और फूल आने लगी. किसी भी परिस्थिति में जीने की हिम्मत देकर घर वाले डर गए और पेड़ की सर्वनाश करने के लिए उखाड़ कर घूरे पर फेंक दिया है. यहाँ लेकिन वहां भी उसका नाश नहीं हुआ. वहां ज्यादा ताकत से गुलामी रूबी गमले को तोड़कर പൂർണ്ണ സ്വതന്ത്രത സെ ജഡേ ഫൈലാക്കർ ജീനെ ലഗ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. അത് കുറച്ച് വേർഡുകൾ കൂട്ടി, സെന്റൻസുകൾ കൂട്ടി നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ മരത്തെ നമ്മൾ വലിച്ചെറിഞ്ഞപ്പോൾ അത് അവിടെ സ്വതന്ത്രമായി ശക്തിയായി ജീവിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ രണ്ട് കവിതകളിലായിട്ട് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കവിതകളാണ് ബോൺസായിയും അതുപോലെ തന്നെ കബ് തക് എന്നുള്ളതും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ മാക്സിമം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.